പരിശുദ്ധ കന്യകയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തതുമൂലം മാനവരാശിക്ക് ലഭിച്ചിരുന്ന ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. എങ്കിലും മനുഷ്യരെ രക്ഷിക്കുവാൻ തന്നെ ദൈവം നിശ്ചയിച്ചു. സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യരിൽ പ്രകാശിപ്പിക്കുവാൻ ദൈവം മനുഷ്യരൂപം സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പരിപൂർണ മനുഷ്യത്വം സ്വീകരിക്കുവാൻ തയ്യാറായ ദൈവം സകല മനുഷ്യരിലും ശ്രേഷ്ഠയും പുണ്യങ്ങളാൽ അലംകൃതയുമായ പരിശുദ്ധ കന്യകയെ തെരഞ്ഞെടുത്തു എന്നത് ഏറ്റവും സമുചിതമായ കാര്യമാണ്. ദൈവമാതൃത്വം സ്വീകരിച്ചുകൊണ്ട് മറിയത്തിന് ഈ മഹനീയ കർമ്മത്തിൽ പങ്കാളിയാകുവാൻ സാധിച്ചു. അന്ന് ജീവിച്ചിരുന്ന സകല യഹൂദ സ്ത്രീകളും വെച്ച് ശ്രേഷ്ഠയായ ഒരു സ്ത്രീയെ ദൈവമാതൃസ്ഥാനത്തിനായി തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ഈ വിധത്തിൽ നോക്കിയാൽ മറിയം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമാതാവല്ലെന്നു വരും. നിത്യകാലം മുതൽ മറിയത്തെ ദൈവം സ്വമാതാവായി തിരഞ്ഞെടുക്കുവാൻ നിശ്ചയിച്ചിരുന്നു. ദൈവം തന്റെ വഴികളുടെ ആരംഭത്തിൽ യാതൊന്നും സൃഷ്ടിക്കുന്നതിനു മുമ്പ് ആദിയിൽ മറിയത്തെ സ്വായത്തമാക്കിയിരുന്നു. ഭൂമിയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് അനാദിയിൽ ഞാൻ ക്രമപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം മറിയത്തെ പരാമർശിക്കുന്നതായി തിരുസഭ പരിഗണിക്കുന്നു. പരിശുദ്ധ കന്യകയെ പോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ഒരു ദൗത്യം നമുക്ക് നിർവഹിക്കുവാനുണ്ട്. കുടുംബത്തിലും സമുദായത്തിലും രാഷ്ട്രത്തിലും നമ്മുടെ ദൗത്യ നിർവഹണം ആവശ്യമുണ്ട്.